എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് സയൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഈ വരുന്ന 10th പ്രിലിംസിന് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. 10th പ്രിലിംസ് മാത്രമല്ല, ഇനി വരുന്ന എല്ലാ എക്സാമിനും ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിൻ്റെ പേര് തിരഞ്ഞെടുക്കുക. ഏതാണ്? ഇനാമലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥമാണ് ഇനാമൽ. അടുത്ത ക്വസ്റ്റ്യൻ. പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യൻ്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യൻ്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? 8 എണ്ണമാണ്. അപ്പം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥമാണ് ഇനാമൽ. ഒരു സാധാരണ മനുഷ്യൻ്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണമാണ് 8. ഏത് ജീവകത്തിൻ്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്? ജീവകം സി ആണ്. മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണം ജീവകം സി ആണ്. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര്? കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേരാണ് സുകൃതം. ഇമ്പോർട്ടൻ്റ് ആണ് സുകൃതം. താഴെ തന്നിരിക്കുന്ന രോഗങ്ങളിൽ കൊതുക് മുഖേന അല്ലാതെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാമെന്നാണ്. കൊതുക് പരത്തുന്നതാണ് മലമ്പനിയും മന്തും. കൊതുകുകളല്ലാതെ നമുക്ക് വരുന്ന രോഗങ്ങളാണ് കുഷ്ഠം, കോളറയൊക്കെ. പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ജൂൾ. പ്രവൃത്തിയുടെ യൂണിറ്റാണ് ജൂൾ. താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ്റെ അളവ് എത്ര? അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ്റെ അളവ് 78%. 78% നൈട്രജൻ. ഓക്സിജനാണ് 20.9. ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിൻ്റെ സങ്കരവർഗമാണ്? ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിൻ്റെ സങ്കരവർഗമാണ്? തെങ്ങിൻ്റെയാണ്. നമുക്ക് ഇതുമായി റിലേറ്റ് ചെയ്ത കുറച്ച് പ്രീവിയസ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഇത് PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് സങ്കരയിനം വിത്തുകളാണ്. നമുക്ക് മുളകിൻ്റെ നോക്കാം. മുളകിൻ്റെ സങ്കരയിനം വിത്തുകളാണ് ഉജ്ജ്വല, ജ്വാലാമുഖി. ഏതാണ്? ഉജ്ജ്വല, ജ്വാലാമുഖി. പയറിൻ്റെയാണ് ജ്യോതിക, ഭാഗ്യലക്ഷ്മി. പയറിൻ്റെയാണ് ജ്യോതിക, ഭാഗ്യലക്ഷ്മി. നെല്ലിൻ്റെയാണ് പവിത്ര, അന്നപൂർണ. നെല്ലിൻ്റെയാണ് പവിത്ര, അന്നപൂർണ. തെങ്ങിൻ്റെയാണ് ഇപ്പം ചോദിച്ചത്. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. തെങ്ങിൻ്റെയാണ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. വെണ്ടയുടെയാണ് സൽകീർത്തിയും കിരണും. വെണ്ടയുടെയാണ് സൽകീർത്തിയും കിരണും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മുഴുവൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിൻ്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? മണ്ണിൻ്റെ ജൈവാംശം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത് ഏത് രാസവസ്തുവാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ലോക വനദിനമായി ആചരിക്കുന്നത് എന്ന്? മാർച്ച് 21 ലോക വനദിനമായി ആചരിക്കുന്നത്. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ. സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. കലാമിൻ ഏതിൻ്റെ അയിരാണ്? സിങ്കിൻ്റെ. സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം ഏതാണ്? ഹീലിയമാണ് കാലാവസ്ഥാ ബലൂണിൽ നിറയ്ക്കുന്നത്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജനാണ്. വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്
വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്നത്? സൾഫ്യൂരിക് ആസിഡ്. ഒരു വസ്തുവിൻ്റെ വേഗതയെ സംബന്ധിച്ച താഴെ പറയുന്നവയിൽ ഏത് സമവാക്യമാണ് ശരിയല്ലാത്തത്? ഇതാണ് ശരിയല്ലാത്തത്, ബാക്കിയെല്ലാം ശരിയാണ്. ദൂരം എന്ന് പറയുന്നത് വേഗത ഇൻറ്റു സമയമാണ്. വേഗത എന്ന് പറയുന്നത് ദൂരം ബൈ സമയമാണ്. സമയമെന്ന് പറയുന്നത് ദൂരം ബൈ വേഗതയാണ്. മനുഷ്യൻ്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? മനുഷ്യൻ്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഒരു ലെൻസിൻ്റെ ഫോക്കസ് ദൂരവും പവറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം ഏതാണ്? P = 1/f ആണ്. ഒരു ലെൻസിൻ്റെ ഫോക്കസ് ദൂരവും പവറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യമാണ് P = 1/f. പേശീകോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് സാർകോമിയർ. ഇമ്പോർട്ടൻ്റ് ആണ്. പേശീകോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് സാർകോമിയർ. യുവത്വ ഹോർമോൺ എന്ന് അറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? തൈമോസിനാണ്. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് തൈമോസിൻ. നമുക്ക് PSC റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന കുറച്ച് ഹോർമോൺസ് നോക്കാം. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകളാണ് തൈറോക്സിനും കാൽസിട്ടോണിനും. നമുക്ക് നോക്കാം. ഉപാപചയ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കപ്പെടുന്നത് ഹോർമോണുകളുടെ പ്രവർത്തനം കൊണ്ടാണ്. ഈ ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു മുഖ്യ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകളാണ് തൈറോക്സിനും കാൽസിട്ടോണിനും. തൈറോക്സിൻ്റെ ധർമ്മങ്ങൾ നമുക്ക് നോക്കാം. ഊർജോൽപാദനം വർദ്ധിപ്പിക്കുന്നു, ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്നു, ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്നു, കുട്ടികളുടെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളുടെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നു. തൈറോക്സിൻ്റെ കുറവുകൾ നമ്മുടെ ശരീരത്തെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്ന് നോക്കാം. അതുപോലെ തന്നെ ഇവിടെ തൈറോയിഡ് ടെസ്റ്റിനെ പറ്റി പറയുന്നുണ്ട്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങൾ വളരെ വിപുലമാണെന്നതിനാൽ തൈറോയ്ഡ് വൈകല്യങ്ങൾ പരിശോധിച്ച് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. തൈറോയ്ഡ് ഗ്രന്ഥി നേരിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെ അളവും തൈറോയ്ഡ് ഗ്രന്ഥിയെ സ്വാധീനിക്കുന്ന മറ്റ് ചില ഹോർമോണുകളുടെ അളവും പരിശോധിച്ചാണ് വൈകല്യങ്ങൾ തിരിച്ചറിയുന്നത്. T3, T4, TSH എന്നീ ഹോർമോണുകളുടെ അളവ് നിർണ്ണയിക്കുന്ന ലബോറട്ടറി പരിശോധനകളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഇത് ഓർത്ത് വയ്ക്കുക, ഏതൊക്കെയാണ് T3, T4, TSH. നമുക്കിനി തൈറോക്സിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളും കൂടെ നോക്കാം. തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥകളാണിത്. ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ തൈറോക്സിൻ്റെ ഉൽപ്പാദനക്കുറവ് മൂലം ശാരീരിക മാനസിക വളർച്ച തടസ്സപ്പെടും. ഈ അവസ്ഥയാണ് ക്രെട്ടനിസം. എന്താണ് ക്രെട്ടനിസം? തൈറോക്സിൻ്റെ ഉൽപ്പാദനം ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ കുറവാണെങ്കിൽ ഉണ്ടാകുന്ന അസുഖമാണ് ക്രെട്ടനിസം. മുതിർന്നവരിൽ തൈറോക്സിൻ്റെ തുടർച്ചയായ കുറവ് മിക്സഡിമ എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നു. കുഞ്ഞുങ്ങളിലാണെങ്കിൽ ക്രെട്ടനിസം, മുതിർന്നവരിലാണെങ്കിൽ മിക്സഡിമ. ഇങ്ങനെ ഓർത്താൽ മതി. കുട്ടികളിൽ ക്രെട്ടനിസം, മുതിർന്നവരിൽ മിക്സഡിമ. കുറഞ്ഞ ഉപാപചയ നിരക്ക്, മന്ദത, ശരീരഭാരം കൂടുക, ഉയർന്ന രക്തസമ്മർദ്ദം, ശരീരകലകളുടെ വീക്കം എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം. ഇനി നമുക്ക് ഹൈപ്പർ തൈറോയിഡിസം നോക്കാം. തൈറോക്സിൻ്റെ തുടർച്ചയായ അമിത ഉൽപ്പാദനം മൂലം തൈറോക്സിൻ സ്വാധീനിക്കുന്ന ജീവൽ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാകുന്ന അവസ്ഥയാണിത്. ഉയർന്ന ഉപാപചയ നിരക്ക്, കൂടിയ ശരീര താപനില, കൂടുതൽ വിയർപ്പ് തുടങ്ങി കൂടിയ ഹൃദയമിടിപ്പ്, ശരീരഭാരം കുറയുന്നു, വൈകാരിക പ്രക്ഷുബ്ധത എന്നിവയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. മെയിനായിട്ടും പഠിക്കേണ്ടത് ക്രെട്ടനിസവും മിക്സഡിമയാണ്. PYQ ആയിട്ട് കുറേ വട്ടം ചോദിച്ചിട്ടുണ്ട്. കുട്ടികളിലാണെങ്കിൽ ക്രെട്ടനിസം, മുതിർന്നവരിൽ മിക്സഡിമ. അടുത്തത് ഗോയിറ്ററിനെ പറ്റിയാണ്. തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് അയഡിൻ അത്യാവശ്യമാണ്. അയഡിൻ്റെ അഭാവത്തിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ കൂടുതൽ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള
ഒരു ശ്രമം എന്ന നിലയിൽ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരും. ഈ അവസ്ഥയാണ് ഗോയിറ്റർ. ഇതാണ് ഗോയിറ്റർ. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവെന്ന് പറയുന്നത് 9 to 11 mg/100 ml ആണ്. ഇത് PYQ ആണ്. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ. ഇത് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കും. അമിതമായി കാൽസ്യം കൂടുമ്പോൾ അത് കുറയ്ക്കുന്നത് കാൽസിറ്റോണിനാണ്. രക്തത്തിലെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ് പാരാതെർമോൺ. ഇവിടെ പറയുന്നത് കാൽസ്യം കൂടുമ്പോൾ അത് കുറയ്ക്കുന്നത് കാൽസിറ്റോണിനാണ്. പക്ഷെങ്കിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോഴാണ് പാരാതെർമോൺ പ്രവർത്തിക്കുന്നത്. ഇതാണ് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നത്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുമ്പോൾ അത് കുറയ്ക്കുന്നത് കാൽസിറ്റോണിനും, കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു വരുമ്പോൾ അത് കൂട്ടുന്നത്, രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതാണ് പാരാതെർമോൺ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി. ജൈവ ഘടികാരം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് മസ്തിഷ്കത്തിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് മെലാറ്റോണിൻ. നമുക്ക് ഉറക്കത്തിന് വേണ്ടി സഹായിക്കുന്നതാണ് മെലാറ്റോണിൻ. ഇമ്പോർട്ടൻ്റ് PYQ ആണ്. ഇത് കഴിഞ്ഞ പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഉറക്കത്തിന് സഹായിക്കുന്ന ഹോർമോണാണ്, നമ്മുടെ ഉറക്കത്തെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. ഇമ്പോർട്ടൻ്റ് ആണ് മെലാറ്റോണിൻ. പൈനിയൽ ഗ്രന്ഥിയെയാണ് ജൈവ ഘടികാരം എന്ന് അറിയപ്പെടുന്നത്. ഇതും PYQ ആണ്. അടുത്ത ഇതിനകത്ത് പറയുന്നത് ശരീര വളർച്ചയെ സഹായിക്കുന്ന ഹോർമോണാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് ശരീര വളർച്ചയെ സഹായിക്കുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വളർച്ചാഘട്ടത്തിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് വളർച്ചാ ഹോർമോൺ. അതാണ് സൊമാറ്റോട്രോപ്പിൻ. വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ. ഇനി ഇതിൻ്റെ അളവ് കൂടുന്നതും കുറയുന്നതും മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ നമുക്ക് നോക്കാം. വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടുവാണെങ്കിൽ, നമ്മുടെ വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ അമിതമായ ശരീര വളർച്ച ഉണ്ടാവും. ഈ അവസ്ഥയാണ് ഭീമാകാരത്വം. ഇവിടെ പിക്ചർ തന്നിട്ടുണ്ട്. ഭീമാകാരത്വം, അമിതമായി ശരീര വളർച്ച ഉണ്ടാവും, അതാണ്. എന്നാൽ വളർച്ചാഘട്ടത്തിൽ ഇതിൻ്റെ ഉൽപ്പാദനം കുറയുവാണെങ്കിൽ വാമനത്വത്തിന് കാരണമാകും. കണ്ട, പൊക്കം കുറവല്ലേ, മറ്റേയാൾക്ക് കണ്ടില്ലേ നല്ല പൊക്കം. അപ്പം വളർച്ചാഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് അമിതമായി കൂടുകയാണെങ്കിൽ ഭീമാകാരത്വവും, കുറയുവാണെങ്കിൽ വാമനത്വവും. പിന്നെ പറയുന്നത് വളർച്ചാഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിൻ്റെ അമിതമായ ഉൽപ്പാദനം മൂലം മുഖം, താടി, വിരൽ എന്നിവയൊക്കെ ഇവിടങ്ങളിലെ അസ്ഥികൾ വളരും. ഇതാണ് അക്രോമെഗാലി. ഒന്നുകൂടെ പറയാം. വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടുവാണെങ്കിൽ അമിതമായ ശരീര വളർച്ച ഉണ്ടാവും. ഈ അവസ്ഥയാണ് ഭീമാകാരത്വം. എന്നാൽ വളർച്ചാഘട്ടത്തിൽ ഇതിൻ്റെ ഉൽപ്പാദനം കുറയുവാണെങ്കിൽ വളർച്ച മുരടിച്ച് വാമനത്വത്തിന് കാരണമാകും. അടുത്തത് വളർച്ചാഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിൻ്റെ അമിതമായ ഉൽപ്പാദനം മൂലം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന സാഹചര്യമുണ്ടാകും. ഈ അവസ്ഥയാണ് അക്രോമെഗാലി.